മുതലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടി കിട്ടിയതാ. ഉറപ്പായും 2 എണ്ണം കിട്ടും. എനിക്കിട്ടും എന്റെ മോനിട്ടും. ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഏതാണ്ട് 12:30 2 എണ്ണം കിട്ടും എന്ന് ബല്ലാണ്ട് ഉറപ്പിച്ച് പറയുകയാണ് പൂഞ്ഞാർ കേശവൻ എന്ന PC ജോർജ്. അത് ആർക്കൊക്കെയാണെന്ന് PCക്ക് യാതൊരു സംശയവുമില്ല. എനിക്കിട്ടും എന്റെ മോനിട്ടും കിട്ടും എന്നാണ്. PC രക്തത്തിന്റെ ആവശ്യമല്ലതുമുണ്ടോ കേശവന്? നെഗറ്റീവ് 2 കുപ്പി വേണം. ഞങ്ങളുടെ A ഗ്രൂപ്പും B ഗ്രൂപ്പും ആണല്ലോ എന്ന പൂഞ്ഞാർ കേശവൻ നമ്മൾ കണ്ട ആ പഴയ പൂഞ്ഞാറ്റിലെ കേശവനല്ല. തേപ്പുകൾ ഏറ്റുവാങ്ങി ഏതാണ്ട് ഒരു പദം വന്നു PCക്ക്. ഇനി ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. വായിൽ വരുന്നത് പഴയതുപോലെ എടുത്ത് കമട്ടിയാൽ ശൂലം കയറുമെന്നും വേറൊരു പോക്കടവുമില്ലെന്നും PC നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിനുള്ള തെളിവാണ്. സെന്റിമെന്റ്സ് വേണ്ട, ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. PCയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം കഴിഞ്ഞുള്ള ആ മൂഞ്ചി കണ്ട് KJP സഹോദരങ്ങൾ ഉള്ളിയേരി സുരുവും സിംപ്ലം മുരളിയും കെട്ടിപ്പിടിച്ച് തള്ളി ചിരിച്ചു എന്നാണ് കരക്കമ്പി. ഏതാണ്ട് ഇതുമാതിരിയുള്ള ഒരു സൈസ് ചിരി. കഴുതേ, നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാ? എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ. BJP പ്രവേശന സമയത്ത് തോളിൽ കാവിഷാൾ അണിയിച്ചപ്പോൾ ഒരു സ്ഖലനസുഖം ഫീൽ ചെയ്തു എന്നാണ് PC ചക്കരപ്പണിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? എന്നാലും നീ ഇതെങ്ങനെ ഇണക്കി എടുത്തടാ? ആ ഫീലിൽ വിജൃംഭിച്ചു നിന്നപ്പോൾ BJP ഓഫീസിന്റെ കക്കൂസ് കഴുകുന്ന പണിയാണെങ്കിൽ പോലും ഞാൻ പട്ടിയെ പോലെ നിന്ന് ചെയ്യും എന്ന് ആവേശത്തിൽ പറയുകയും ചെയ്തു. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണത്? ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. എന്നാൽ അങ്ങോട്ട് കഴുകുക എന്ന് പറഞ്ഞ് ബ്രഷും എടുത്തു കയ്യിൽ കൊടുത്തു ഉള്ളിയേരി സുരുവും സിംപിൾ മുരളിയും. കഴുകാതിരിക്കാൻ പറ്റുമോ? പബ്ലിക്കായി നിന്ന് കാച്ചിയതല്ലേ. കഴിഞ്ഞ 1.5 മാസം നന്നായി നിന്ന് ഉരച്ചു കഴുകി പൂഞ്ഞാർ കേശവൻ. പക്ഷേ ഇതുപോലെ തേച്ച് ചുവരിൽ ചേർത്ത് ഒട്ടിക്കുമെന്ന് അപ്പനും മോനും സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല. മോനും ഒരു ചെറിയ കുഴൽനാടനാകുവാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിനിടയിൽ നടത്തിയിരുന്നു. പക്ഷേ ഒരു പുല്ലും നടക്കാഞ്ഞപ്പോൾ ഈ കളി ഒരുമാതിരി പൂഞ്ഞാറ്റിലെ കളിയായി പോയല്ലോ അപ്പ എന്ന് പറഞ്ഞ് മകനും ആ കളി മതിയാക്കി. ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. നീ ഇതിന് കൂട്ടിക്കുന്നു ഞാൻ കരുതിയില്ല. അടുത്ത ചുമരിൽ തൂക്കേണ്ട ചിത്രമായ അന്തപ്പന്റെ മന്തപ്പനെ പത്തനംതിട്ടയിൽ കുരുതി കൊടുക്കാൻ പോകുന്നു. ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. തന്നെയും മകനെയും ബേഷ തേച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ PC ശരിക്കും തന്റെ ഇനിഷ്യൽ പോലെ ആ പന്ന ചെറ്റ സ്വഭാവം എടുത്തു. അനിലിനെ എടുത്തിട്ട് അലക്കി. പക്ഷേ ശൂലം കൊണ്ട് കുണ്ടയിൽ മുട്ടിച്ചപ്പോൾ PCക്ക് കാര്യം മനസ്സിലായി. നാറി പെട്ടെന്ന് നല്ലവനായ ഉണ്ണിയായി മാറി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ഇനി അതുമ്മ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട.